ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദ റോക്ക് ദാറ്റ് എൻഡ്സ് മാസ ആൻഡ് മെരീബ. ദ റോക്ക് ദാറ്റ് എൻഡ്സ് മാസ ആൻഡ് മെരീബ. മലയാളത്തിൽ പരീക്ഷയും കലഹവും തീർത്ത പാറ. സ്തോത്രം, ഹല്ലേലൂയ. പരീക്ഷയും കലഹവും തീർത്ത പാറ. നമുക്ക് ഈ സംഭവം പലർക്കും ഓർമ്മയുണ്ടാകും. പ്രത്യേകിച്ച് മസ ആൻഡ് മെരീബ. മോശെ ഒരു സ്ഥലത്തിന് ഇട്ട പേരാണ്. ആ സ്ഥലത്തിൻ്റെ മുൻപിലത്തെ പേര് റെഫീഡിം എന്നായിരുന്നു. എന്നാൽ ആ സ്ഥലത്തിന് പേര് മോശെ മാറ്റിയിട്ടു. അതിനെ വിളിച്ച പേരാണ് മാസ ആൻഡ് മെരീബ. അതിന് കാരണമുണ്ടായിരുന്നു. അത് ഇസ്രായേൽ ജനം മുഴുവനും മാത്രവുമല്ല, മനുഷ്യ ലോകം മുഴുവനും ഓർക്കേണ്ടുന്ന ഒരു സംഭവമായിരുന്നു അത്. അതേക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. തലവാക്യമായിട്ട്, കുറിവാക്യമായിട്ട് പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 17, Exodus 17:7. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരിട്ടു. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും മസ എന്ന പേരിനെ പറഞ്ഞിരിക്കുന്നത് മെരീബ എന്നാണ്. കലഹം എന്ന വാക്കിന് മെരീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷ എന്ന വാക്കിന് മസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നു ഇസ്രായേൽ മക്കളുടെ കലഹവും അതുപോലെ തന്നെ യഹോവ തങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന് അവൻ യഹോവയെ പരീക്ഷിച്ചതുകൊണ്ടും പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പരീക്ഷ, അതുപോലെ മെരീബ എന്ന് വെച്ചാൽ കലഹം എന്നും പേരിട്ടു. ആ സ്ഥലത്തിന് അങ്ങനെ പേരിട്ടു. ഹല്ലേലൂയ. അതിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. അവർ ചെങ്കടൽ കടന്ന് ഇപ്പോൾ ഒരു മാസമായി, ഏകദേശം 30-31 ദിവസങ്ങളായി. ആഫ്റ്റർ they were came out from Egypt, and also the sea was departed for them, and they are now on the journey towards Canaan. അപ്പോൾ ഒരു മാസമായി, 30 ദിവസത്തോളമായി ഏകദേശം കണക്ക് നോക്കിയാൽ അവർ ഇപ്പോൾ റെഫിഡീം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളം ഇല്ലായിരുന്നു. സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറി സിംഗപ്പൂർ വന്ന മാതിരിയൊന്നുമല്ല ഇവിടുത്തെ സിറ്റുവേഷൻ. അവർ എല്ലാം കൂടെ എടുത്ത് ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു മാസമായി. ഇവിടെ ഇതാ എത്തിയപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നമുക്കറിയാം, വായു പിന്നെ വെള്ളം, ഭക്ഷണം, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. കുടിക്കാൻ വെള്ളമില്ല. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത രണ്ട് വാക്യങ്ങളൂടെ നമ്മളൊന്ന് വായിക്കണം. വായിച്ചാട്ടെ. അതിൻ്റെ സ്തോത്രം. എക്സോഡസ് 17-ന്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ ആദ്യം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ റെഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ എവിടെ പാളയമിറങ്ങി? റെഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഇല്ലായിരുന്നു. എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്? അവർ വേറെ വഴിക്ക് പോകേണ്ടുന്നവരാണ്. എന്നിട്ട് ഇങ്ങോട്ട് അവർ തന്നെ സ്വന്തം ഇഷ്ടത്തിന് വന്നാണോ? അല്ല. എങ്ങനെ വന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ കൽപ്പന പ്രകാരമാണ് അവർ റെഫീഡീം വന്നത്.
റെഫിഡീം വന്നപ്പോൾ അവർക്ക് എന്തുണ്ടായി? വെള്ളമില്ല. അവരുടെ മിസ്റ്റേക്കാണോ? അല്ല. ദൈവം ഇന്ന വഴിക്ക് പോകാൻ പറഞ്ഞ് അവർ ആ വഴിക്ക് പോകാതെ വേറെ വഴിക്ക് വന്നിട്ട് അവർക്ക് വെള്ളമില്ലാതായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദെയർ ഫോൾട്ട്. എന്നാൽ ഇവിടെ യഹോവയുടെ കൽപ്പന പ്രകാരമാണ് അവർ റെഫിഡീമിലെത്തിയത്. എന്നാൽ അവിടെ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ഇനി 2-3 വാക്യങ്ങൾ വായിച്ചോട്ടെ. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവർ വെള്ളം ചോദിച്ച് തെറ്റായിപ്പോയി. നോക്കണം, നമ്മളൊന്ന് പലപ്പോഴും പറയുന്നത് അല്ലേ, സങ്കടം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ വന്നു, വെള്ളമില്ല എന്നുള്ളത് നിങ്ങളുടെ കഷ്ടമാണോ? അല്ല. ആ സമയത്ത് വെള്ളം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെയും മോശയുടെയും കടമയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് അവിടെ എത്തിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ല. ഈ കാര്യം മോശയോട് പറഞ്ഞപ്പോൾ മോശയുടെ ഉത്തരം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് കലഹിക്കുന്നത് എന്തിന്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവിടെ ചോദിച്ചത്, നിങ്ങൾ എന്തിന് എന്നെ അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കണം? നിങ്ങൾ എന്നോട് എന്തിനാ ശണ്ടയ്ക്ക് വരുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇനി അവിടുത്തെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ വെള്ളമില്ലാത്തതിൻ്റെ അവസ്ഥയെക്കുറിച്ച് അടുത്ത വാക്യം പറയുന്നുണ്ട്. വായിച്ചിട്ട് 3-ാമത്തെ വാക്യം. ജനത്തിന് അവിടെ വെച്ച് ദാഹിച്ചും കൊണ്ട് ദാഹിച്ചത് കൊണ്ട്. നോക്കണം, അവിടെ അതിൻ്റെ സിറ്റുവേഷൻ്റെ വലിപ്പം ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ദാഹിച്ചത് കൊണ്ട് ജനം മോശയോട് നേരെ പിറുപിറുത്തു, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മൃഗങ്ങൾക്കൊന്നും കുടിക്കാൻ വെള്ളമില്ല. അപ്പൊ പിന്നെ ഈ കാര്യം പിന്നെ ആരോടാ പറയാ? ഇനി ദാഹം കൊണ്ട് ചാകേണ്ടതിനാണോ? അപ്പൊ അവരുടെ ചോദ്യം ഇതാണ്: ഞങ്ങൾ വെള്ളമില്ലാതെ അത്രയും ക്രൈസിസിലായിരിക്കുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞ് അവർ കലഹിച്ചു. അതുപോലെ തന്നെ ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ അവസ്ഥയാണ്, തങ്ങളുടെ മക്കളെക്കുറിച്ച് അല്ലെ, നമ്മൾ പലപ്പോഴും our children and our livestock, what shall we do? നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു ശരിയാണല്ലോ. അവിടെ ഈ 2-3 വാക്യങ്ങൾ വായിച്ച് മനസ്സിലായി, വളരെ പാനിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മോശയോട് ചോദിക്കുന്നത്. മോശ പറയുന്നത്, എന്തിനാണ് കലഹിക്കുന്നത്? നിങ്ങൾ എന്താണ് ദൈവത്തെ പരീക്ഷിക്കുന്നത്? ഇത് ദൈവത്തെ പരീക്ഷിക്കുകയാണോ ഇത്? എന്നാൽ മോശ പറയുന്നത്, നിങ്ങൾ എന്തിനാ ദൈവത്തെ പരീക്ഷിക്കുന്നത്? അവർക്ക് വെള്ളമില്ല, മക്കൾക്ക് വെള്ളമില്ല, മൃഗങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ദാഹിച്ച് മരിച്ചു പോകുന്ന അവസ്ഥയാണ്. അവർ ഒന്നും അറിയാത്തൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവർ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു 30 ദിവസമേ ആയുള്ളൂ. എന്നാൽ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല. ഈ കാര്യം പറഞ്ഞപ്പോഴ മോശ എന്ത് ചെയ്തു? അവരെ ബ്ലെയിം ചെയ്യാൻ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കലഹിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് മോശ ദൈവത്തോട് പറയുകയാണ്. എന്താ പറയുന്നത്? 4-ാമത്തെ വാക്യം. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു? അപ്പൊ കുറ്റം ആർക്കാണ്? അതെ അങ്കിൾ പറഞ്ഞോളാം. കുറ്റം ആർക്കാണ്? ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യുന്ന ദൈവം മോശ യഹോവയോട് ചോദിക്കുന്നത്. കാരണം കുറ്റം ആരുടെ ഭാഗത്താ? ജനത്തിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് മോശ ചോദിക്കുകയാണ്, ഈ ജനത്തെ ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ ചോദിക്കുന്നത്? അവർ എന്നെ കല്ലെറിയാൻ പോകുന്നല്ലോ. അവരിപ്പോ എൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ അവർക്ക് വെള്ളമില്ല എന്നാ വെള്ളം കൊടുക്കണമെന്നല്ല മോശ പറയുന്നത്. മോശ പറയുന്നത്, ഈ ജനത്തെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവരെ കൊണ്ട് തോറ്റുപോയി. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, ഇവരെ കൊണ്ട് തോറ്റുപോയി, ഞാൻ ഇനി എന്താ ചെയ്യുക? അപ്പൊ ഈ മോശയ്ക്കും ദൈവത്തിൻ്റെ എല്ലാം ചിന്താഗതി എന്താണ് അവരുടെ മിസ്റ്റേക്ക്? സ്തോത്രം. അവരുടെ മിസ്റ്റേക്ക് എന്തായിരുന്നു? ഇത്രയും കഠിന പ്രശ്നത്തില് അവർ മിസ്റ്റേക്ക് ഉള്ളവരാണോ? എന്നാൽ ദൈവം പറയുന്നു,
മോശ പറയുന്നു, they are mistaken. അവർ ദൈവത്തെ പരീക്ഷിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവർ മോശയോട് കലഹിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇത് മനസ്സിലാക്കിയ മോശ, ഇത് മനസ്സിലാക്കിയ ദൈവം പറയുകയാണ്, യെസ്. നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ചോദ്യമുണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മൾക്ക് പ്രയാസമുണ്ടല്ലേ? ഇവിടെ അവർ അതേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ദൈവം പറയുകയാണ്, മോശ പറയുകയാണ്, യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കുറിവാക്യം എന്താ വായിച്ചേ? ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും. എന്താ പ്രശ്നം എന്നറിയാമോ? ഇതിന്റെ ഇടയ്ക്ക് അവർ മറന്നുപോയി, യഹോവ നമ്മുടെ മധ്യത്തിൽ ഉണ്ടോ ഇല്ലയോ. ഹല്ലേലൂയ. അവർ മറന്നുപോയി. അതൊരു വലിയ തെറ്റായെന്ന്. പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ പ്രയാസങ്ങൾക്ക് മധ്യേ, അയ്യോ എൻ്റെ കൂടെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടെടുത്ത ദൈവത്തിന് പറയാനുണ്ട്, യു ആർ മിസ്റ്റേക്കൺ. യു ഷുഡ് നെവർ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാറ്റ് ഈസ് അവർ ഗാഡ്. സ്തോത്രം. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിലും രക്ഷയിലും അവന്റെ മക്കളാണെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ജീവിക്കേണ്ടുന്ന ശൈലി അവിടെ ദൈവം അവരെ പഠിപ്പിക്കുകയാണ്. അവിടെ പറയുന്നു, അവർ ദൈവം ഉണ്ടോ എന്ന് അവർ സംശയിച്ചു. എന്തിലാ സംശയിച്ചത്? വെള്ളം കിട്ടാത്തപ്പോൾ വെള്ളം ചോദിച്ചതിന്. മക്കളും ലൈഫ് സ്റ്റോക്കും മരിച്ചു പോകുന്നു, ചത്തുപോകുന്നത് കാണാൻ താങ്ങാൻ പറ്റാതെ അവർ മോശയോട് ചോദിച്ചതിന് ദൈവം പറയുന്ന മറുപടിയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിച്ചു. അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് ഇവിടെ വ്യാഖ്യാനിച്ചു. ഹല്ലേലൂയ. അവർ ദൈവത്തെ അനുസരിച്ചിട്ടില്ല. അവർ ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിച്ചില്ല. ഇതാണ് അവരുടെ പ്രോബ്ലമായിട്ട് ദൈവം കണ്ടത്, മോശയും കണ്ടത്. മോശയ്ക്കും ദൈവത്തിനും തെറ്റുപറ്റിയതല്ല. Though we think that it is mistake, that was not a mistake. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതൊരു മിസ്റ്റേക്ക് അല്ല. നമ്മൾ പലപ്പോഴും ആ പാടിയ പാട്ടിൽ എന്താ പറഞ്ഞത്? എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എൻ്റെ വിശ്വാസമാ വർദ്ധിക്കേണ്ടത്. സ്തോത്രം. ആമേൻ. എന്തുകൊണ്ടാണ് ദൈവം അവരോട്, നിങ്ങൾ ദൈവത്തെ സംശയിച്ചു, നിങ്ങൾ അവനെ കേട്ടില്ല, അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവം തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അവർ സംശയിച്ചു എന്ന് പറയാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. എന്താണെന്നറിയട്ടെ? അവർ ചെങ്കടൽ കടന്ന് അവരെന്ത് ചെയ്തു? ചെങ്കടൽ കടന്ന വിധം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 3 ദിവസം അവർ വെള്ളമില്ലാതെ അലഞ്ഞു. ദ ഫസ്റ്റ് 3 days. ഇതിപ്പോൾ ഏകദേശം 4ാമത്തെ ആഴ്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ 30-31 ദിവസമായി. എന്നാൽ ചെങ്കടൽ കടന്ന ഫസ്റ്റ് വീക്ക്, ഫസ്റ്റ് 3 days they did not have any water. അവരുടെ മുന്നിൽ അത്ഭുതം പ്രവർത്തിച്ചൊരു ദൈവത്തെ അവർ മറന്നുപോയി. 2 ആഴ്ചയും കൂടെ കഴിയുമ്പോഴേക്കും അവർ മറന്നുപോയി. 15-ാം അധ്യായം വായിച്ചാട്ടെ, അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. സ്തോത്രം. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു.
അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളെയും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ നിന്ന് ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്തു. സ്തോത്രം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. They failed to remember Mara. അതുകൊണ്ടാണ് ഈ റെഫീദീമിനെ വീണ്ടും പേര് മാറ്റിയിട്ട് മസ്സ ആൻഡ് മെറീബ എന്ന് പേരിടാൻ കാരണം. മാറായിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 3 ദിവസം വെള്ളമില്ലാതെ ഇരുന്ന സമയത്ത് വെള്ളം കണ്ടു. എന്നാൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കയ്പുള്ള വെള്ളമായിരുന്നു. അതിനെ മധുരമാക്കി മാറ്റിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ ദൈവവചനം പറയുന്നത് അവിടെ ജനം ദൈവത്തെ ടെസ്റ്റ് ചെയ്തു എന്നല്ല, ഗോഡ് ടെസ്റ്റഡ് പീപ്പിൾ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ജനത്തെ ദൈവം ടെസ്റ്റ് ചെയ്ത ഒരു സംഭവം അതായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് അങ്ങനെയല്ല. ഇപ്പോൾ നേരെ തിരിച്ച, ജനം ദൈവത്തെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. അവിടെ അവർ മറന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം. വായിച്ചാട്ടെ, 25 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ ദൈവത്തെ ടെസ്റ്റ് ചെയ്തു. അവൻ അവരെ പരീക്ഷിച്ചു. ആരെ പരീക്ഷിച്ചു? ജനത്തെ പരീക്ഷിച്ചു. ആര്? ദൈവം. എന്തിന്? അവർ വെള്ളമില്ലാത്ത സമയത്ത്, വെള്ളം കിട്ടുമ്പോൾ അത് കയ്പായിരിക്കുന്ന സമയത്ത് അവർ എന്നെ അറിയുമോ, എന്നെ സ്നേഹിക്കുമോ, എന്നിലേക്ക് നോക്കുമോ എന്ന് ദൈവം അവിടെ വെച്ച് അവരെ പരീക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ വെച്ച് പരീക്ഷിച്ചിട്ട് ദൈവം അവരോട് 26-ാമത്തെ വാക്യം വളരെ ഹൃദ്യമായിട്ട് അവരോട് സംസാരിച്ചു. മാത്രവുമല്ല അവിടെ പറയുന്നു, അവിടെ വെച്ച് അവർക്ക് ഒരു ചട്ടം കൊടുത്തു. ആർക്ക്? ഹല്ലേലൂയ. 25-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ഒന്നുകൂടെ. 25. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവർക്ക് വേണ്ടുന്ന വെള്ളം കൊടുത്തുകൊണ്ട് 3 ദിവസമായിട്ട് വെള്ളം കിട്ടാതെ ഇരുന്ന ജനത്തിന് കയ്പ് വെള്ളത്തെ മധുരമാക്കി മാറ്റിയതിനു ശേഷം ദൈവം അവരോട് ഹൃദ്യമായി സംസാരിച്ചു. എന്താണത്? അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും ഒരു പ്രമാണവും നിയമിച്ചു. ഹല്ലേലൂയ. അവരെ അവൻ അവിടെ വെച്ച് പരീക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ വെച്ച് ദൈവം അവരോട് ഹൃദ്യമായി സംസാരിച്ച് അവർക്കൊരു ചട്ടവും ഒരു പ്രമാണവും അവർക്ക് കൊടുത്തു. എന്തായിരിക്കണം അത്? ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ വിട്ട് പിരിയുകയില്ല. ഏത് സന്ദർഭത്തിലും നീ അവനിലേക്ക് നോക്കണം, അവനെ നീ ആശ്രയിക്കണം. നിന്റെ ഹൃദയം അവനിലേക്ക് പകരട്ടെ എന്ന ഒരു ചട്ടം അവർക്ക് കൊടുത്തു. എന്നാൽ the people of Israel failed to remember Mara. അതുകൊണ്ടാ ഇവിടെ അത് വലിയ ഒരു സീരിയസ് ഇഷ്യൂ ആയത്. അതിന്റെ 26-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. അപ്പോൾ ഒരു ചട്ടം നിയമിച്ച് കൊടുത്തതിന് ശേഷം പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളെയും പ്രമാണിക്കുകയും അവന്റെ സകല വിധികൾ. ഇത് ദൈവ മക്കൾക്ക്, തൻ്റെ ഹല്ലേലൂയ രക്ഷയുടെ അനുഭവമുള്ള ദൈവജനത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. മിസ്രൈമ്യർക്ക് അനേകർക്ക്, നമ്മൾ പറഞ്ഞല്ലോ, അനേകർ വീണു പോകുന്നു, അനേകർ ഇല്ലാതെയാകുന്നു. എന്നാൽ ദൈവം നമ്മെ കാക്കുന്നു, പരിപാലിക്കുന്നു. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ദയ. എന്നാൽ ഇവിടെ പറയുന്നത്, സ്തോത്രം, മറ്റുള്ളവർക്ക് വരുത്തിയ പ്രയാസങ്ങൾ, തൻ്റെ ശത്രുക്കൾക്ക് വരുത്തിയ പ്രയാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് വരുത്തത്തില്ല. പക്ഷെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഒരു ചട്ടമുണ്ട്, ഒരു നിയമമുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്താൽ, കൽപ്പനകളെ അനുസരിച്ചാൽ, അവൻ്റെ സകല വിധികളും അത് അനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ
ശത്രുക്കൾക്ക് വന്നത് നിങ്ങൾക്ക് വരത്തില്ല. നീ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ചട്ടം അവർക്ക് അവിടെ വെച്ച് കൊടുത്തു. ആ ചട്ടം അവർ മറന്നു. ഹല്ലേലൂയ. ആ ചട്ടം മറന്നതുകൊണ്ടാണ് എന്തു പറഞ്ഞത്? നൗ യെസ് there is no water but then you should know what to do. ദൈവത്തോട് ചോദിച്ച് സമാധാനത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഇരിക്കണമെന്ന് ഈ കഷ്ടത്തിലും ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രയാസമൊന്നും ഇല്ലാത്തപ്പോൾ എല്ലാവർക്കും ഓടാൻ എളുപ്പമാണ്. എന്നാൽ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതങ്ങളും സങ്കടവും ഒക്കെ ഉള്ള സമയത്ത് അപ്പോഴാണ് നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ഹല്ലേലൂയ ഹല്ലേലൂയ, അത് ഏറ്റവും വെളിപ്പെട്ട് വരുന്നത്. ഇവിടെ അവർക്ക് വെള്ളമില്ലാതിരുന്ന സമയം അവർ ആ 3 ആഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ അവർക്ക് വെള്ളം കൊടുത്ത ദൈവത്തിൽ അവർ ഉറച്ചു നിൽക്കണമായിരുന്നു. കുഞ്ഞുങ്ങൾ മരിക്കത്തില്ല, മൃഗങ്ങൾ ചത്തുപോകത്തില്ല, ദൈവം നന്നായി നടത്താൻ മതിയായവനെന്ന് അവർ വീണ്ടും പഠിച്ചില്ല. ഞാനും നിങ്ങളും വിശ്വാസത്തിലായിട്ട് എത്ര വർഷങ്ങൾ കടന്നുപോയി. ആ ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ദ ഗോഡ് ഓഫ് മാറ. അവർ ആ മാറയുടെ അനുഭവത്തിൽ നിന്നും അവരെ വിടുവിച്ച ആ ദൈവത്തെ അവർ മറന്നുപോയി. സ്തോത്രം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മോശയോട് പറഞ്ഞു എന്ത് ചെയ്യണം? ഈ സ്ഥലത്തിന്, അത് പറഞ്ഞതായിട്ട് അവിടെ ഇല്ല എങ്കിലും മോശ അടുത്ത ഒരു റൂൾ അവിടെ സെറ്റ് ചെയ്തു. ഹല്ലേലൂയ. മസ ആൻഡ് മരീബ. സ്തോത്രം. ഇത് വളരെ സീരിയസാ. മോശ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ദൈവത്തോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, അല്ലേ? കണ്ടില്ലേ, ഞാൻ ഈ ജനത്തെ എന്ത് ചെയ്യും എന്നാണ് 17:4 മോശ ദൈവത്തോട് ചോദിച്ചത്. അപ്പോൾ ദൈവം എന്താ പറയാ? നിനക്ക് തെറ്റുപറ്റിയെന്നാണോ പറഞ്ഞത്? അല്ല, ഗോഡ് ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ പീപ്പിൾ. ആ ജനത്തിൻ്റെ മിസ്റ്റേക്ക് അതൊരു വലിയ മിസ്റ്റേക്കായിരുന്നു. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നേ? സ്തോത്രം. പിന്നീട് ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും വെള്ളമില്ലാത്തടത്ത് വെള്ളം ചോദിച്ചതാണോ ഒരു കുറ്റം എന്ന്. അല്ല, അവർ തങ്ങളോട് കൂടെയുള്ള ആ ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് അവരുടെ മിസ്റ്റേക്ക്. 7-ാം വാക്യത്തിൽ പറഞ്ഞു, അല്ലേ? കുറിവാക്യത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞ? യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടോ എന്ന് പരീക്ഷിക്ക നിമിത്തം അവൻ ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരിട്ടു. താങ്ക് യു. അപ്പോൾ അവിടെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ പരീക്ഷിക്കുകയാണ്. എന്താ പരീക്ഷ? ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടോ? ദൈവമക്കളെ, നമ്മൾ ഒരുപാട് വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. ഹല്ലേലൂയ. എന്നാൽ ദൈവം രക്ഷിച്ച, രക്തം കൊടുത്ത് വിടുതൽ പ്രാപിച്ച ദൈവജനത്തിന് ഒരിക്കലും തോന്നാൻ പാടില്ല ദൈവം കൂടെ ഉണ്ടോ എന്ന സംശയം. ഹല്ലേലൂയ. ഇവിടെ അവർക്കൊരു സംശയം തോന്നി, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടോ? ഇത് ദൈവത്തിന് വളരെ വേദനയായി. എന്താണ് വേദനയായത്? അവർക്ക് വെള്ളമില്ലാത്ത സമയത്താണ് അവർ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അവർ ചോദിച്ചത്. എങ്കിലും അത് ദൈവത്തിന് വിഷമമായി. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പൈതൽ, ഒരു മകൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലേ? കഷ്ടങ്ങളിലൂടെ അവൻ കടന്നുപോയി അല്ലെങ്കിൽ അവൾ കടന്നുപോയി സമയത്ത് ചോദിക്കുകയാണ് അപ്പനോട്, അമ്മയോട്. അപ്പനും അല്ലെങ്കിൽ അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മക്കളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ആ അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലാകുമോ? മിക്കവാറും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മുടെ ദൈവത്തിന് അതിനേക്കാൾ വേദനയാ. ഹല്ലേലൂയ. അവൻ നമ്മെ അതിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ അപ്പനേക്കാൾ അമ്മയെക്കാളും ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഉണ്ടോ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവന് സങ്കടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നീട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം പറയുക എന്താണെന്നറിയാമോ? ഡിട്രോണമി, ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ ദൈവത്തെ, അല്ലേ, ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ്, അത് പറയുമ്പോൾ ദൈവം അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ വെച്ച് ഒരു ഗ്രേറ്റ് കമാൻഡ്മെന്റ് നിങ്ങൾക്ക് തരാം. എന്താണത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. വെറുതെ പറഞ്ഞാ പോരാ, മെഴുകുതിരി കത്തിച്ചാ പോരാ. സ്തോത്രം. നീ സ്നേഹിക്കണം. ഒരു അപ്പനും അമ്മയും ഇവിടെ ഈ ലോകത്തിൽ പറയുന്നതിനേക്കാൾ തീഷ്ണതയോടെ ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കണം. വായിച്ചാട്ടെ. ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. വായിച്ചോ വേഗം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു, നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഹല്ലേലൂയ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. സ്നേഹമെന്ന് പറഞ്ഞ് നീ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിന്റെ മക്കളോടും കട്ടളക്കിലൊക്കെ നീ അത് എഴുതി വെക്കണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവയെ അടയാളമായി നിന്റെ കൈയിന്മേൽ കെട്ടണം. ഹല്ലേലൂയ. സ്തോത്രം. നീ വായിച്ചാട്ടെ അതിന്റെ 15, 16, 17 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എ ജലസ് ഗോഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയോ? നിങ്ങളിൽ എങ്ങനെ എനിക്ക് ശക്തനാകാം, നിങ്ങളെ എങ്ങനെ സ്നേഹിക്കാം, നിങ്ങളെ എങ്ങനെ എൻ്റെ ചിറകിൻ കീഴിൽ ആക്കാമെന്ന് ഞാൻ തീക്ഷ്ണതയോടെ നടക്കുന്ന എന്നോട് ചോദിക്കരുത് നീ കൂടെയുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ആ സ്തോത്രം, ആ ഗ്രേറ്റ് കമാൻഡ്മെന്റ് കൊടുക്കുമ്പോൾ പറയുകയാണ്. ഒന്നുകൂടെ വായിച്ച അടുത്ത വാക്യം എന്താന്ന്? നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ. എവിടെയാ മസ? ഹല്ലേലൂയ. ടെസ്റ്റഡ് മീ, യു ടെസ്റ്റഡ് മീ there. അതുപോലെ ഇനി ഒരിക്കലും ചെയ്യരുത് എന്ന് ഈ കമാൻഡ്മെന്റ് കൊടുക്കുമ്പോൾ ദൈവം പറയുക. ഹല്ലേലൂയ. അവിടെ 15-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ഒരു ചട്ടവും ഒരു നിയമവും അവിടെ വെച്ചു. മെയിനായിട്ട് എന്താ? എന്നെ സ്നേഹിക്കണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. അവർ മനസ്സിലാക്കിയില്ല. they failed. അതുകൊണ്ട് ഡിട്രോണമി ഇവിടെ പറയുകയാണ്, അടുത്ത ചട്ടം ഗ്രേറ്റ് കമാൻഡ്മെന്റ് കൊടുക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ പൂർണ്ണ ഹല്ലേലൂയ ശക്തിയോടെ വേണമെന്ന് പറയുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഹല്ലേലൂയ അത് നിങ്ങളുടെ മക്കളോട് പറയണം, കട്ടളയ്ക്കൽ കെട്ടണം, ഹൃദയത്തിൽ എഴുതണം. ഹല്ലേലൂയ. നിങ്ങൾ മുന്നമേ മരീബയിൽ വെച്ച് നിങ്ങൾ എന്നെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കുക. ദൈവം ഓർക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാ മോശെ ആ സ്ഥലത്തിന് മസ ആൻഡ് മെരീബ എന്ന് പേരിട്ടത്. മസായിൽ വെച്ച് നിങ്ങൾ എന്നെ പരീക്ഷിച്ചതുപോലെ. ഞാൻ തീഷ്ണതയുള്ള ദൈവമാ. ഐ ആം ജലസ് ഗോഡ്. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവമാ. ആ ദൈവത്തെ നിങ്ങൾ ഒരിക്കലും പരീക്ഷിക്കരുത്. ശരിയാണ്, കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ശരിയാണ്, മറ്റുള്ളവർക്കില്ലാത്ത പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. യെസ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കഷ്ടങ്ങളിലും നിന്റെ ഹല്ലേലൂയ നിന്റെ പ്രയാസങ്ങളിലും നിന്നെ ചിറകടിയിൽ മറച്ചിട്ടുള്ള ഒരു ദൈവം എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്ന് നീ ഗ്രഹിക്കണം, ഗ്രഹിക്കണം, ഗ്രഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, നീ മസായിൽ വെച്ച് എന്നെ പരീക്ഷിച്ചതുപോലെ എന്നെ പരീക്ഷിക്കരുത്. ഈ പുതിയ ഗ്രേറ്റ് കമാൻഡ്മെന്റ് കൊടുക്കുമ്പോൾ ദൈവം പറയുക, സ്തോത്രം, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, ജലസ് ഗാഡ്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. 2 ക്രോണിക്കൽസ് 16:9 വായിച്ചോട്ടെ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി
തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. jealous God. തന്നെത്താൻ ബലവാനാണെന്ന് കാണിക്കാൻ, എനിക്ക് ഈ മക്കളോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ, ഹല്ലേലൂയ, അവൻ ഊടാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന്. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അത് വരാതിരിക്കട്ടെ. സ്തോത്രം. ഇതേക്കുറിച്ച് വീണ്ടും ദാവീദ് പറയുന്നുണ്ട്. വായിച്ചാട്ടെ 95-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും, അവൻ മേയിക്കുന്ന ജനവും, അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചു ഇതൊരു വലിയ മിസ്റ്റേക്കാണോ, ഒന്നുമില്ലാത്തിടത്ത് വെള്ളം ചോദിച്ചത് മിസ്റ്റേക്കാണോ എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ അറിയാത്തത് കൊണ്ടാ നിങ്ങളത് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ച് കരുതുന്ന കരുതൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ നിങ്ങളത് ചോദിച്ചത്. സ്തോത്രം. ദൈവം വീണ്ടും സംസാരിച്ചു. ഇവിടെ ദാവീദിലൂടെ വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളെ ആടുകളെ പോലെ നിങ്ങളെ കൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചതുപോലെ, എവിടെ വെച്ച്? മസായിൽ വെച്ച്, മെരീബായിൽ വെച്ച് എന്നെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ എന്നെ ഇനി പരീക്ഷിക്കരുത് എന്ന്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശെ ആ സ്ഥലത്തിന് മസ്സ ആൻഡ് മെരീബ എന്ന് പേരിട്ടത്. കാരണം ഇത് എന്നും അവർ ഓർക്കണം, ഇസ്രായേൽ ജനം എന്നും ഓർക്കണം. ഹല്ലേലൂയ. കാരണം എന്താ? മാറ അവർ മറന്നുപോയി. ഹല്ലേലൂയ. മാറ മറന്നതുകൊണ്ട് അവൻ വേറൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ആർക്ക് വേണ്ടി? ഇസ്രായേൽ ജനത്തിന് വേണ്ടി. ഹല്ലേലൂയ. മസ്സ ആൻഡ് മെരീബ. മാറ എന്ന ആ സ്ഥലത്തിന് പേരിടുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു ചുള്ളിക്കമ്പ് അല്ലേ, അത് ഇട്ട് ആ വെള്ളം, കയ്പുള്ള വെള്ളത്തെ മധുരമാക്കിയതിന് ശേഷമാണ് അവിടെ ആ സ്ഥലത്തിന് മാറ എന്ന പേർ വിളിച്ചത്. എന്നാൽ ഇവിടെയോ മസ ആൻഡ് മരീബ. അവിടെയോ, അവിടെ ഹല്ലേലൂയ, ആ സ്ഥലത്തിന് മസ ആൻഡ് മരീബ എന്ന് പേരിട്ടു. എങ്ങനെയാ പേരിട്ടെന്നറിയാമോ? വായിച്ചാട്ടെ 17-ാം അധ്യായത്തിന്റെ 4, 5, ഹല്ലേലൂയ, 5, 6, 7 വാക്യങ്ങൾ. യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോക. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മാസ എന്നും മെരീബ എന്നും പേരിട്ടു. ആമേൻ. എങ്ങനെയാ സംഭവിച്ചത്? ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് കയ്പുള്ള വെള്ളത്തെ മധുരമാക്കിയതിന് ശേഷം അവിടെ മാറ എന്ന് പേരിട്ടെങ്കിൽ ഇവിടെ യഹോവ പറയുകയാണ്, ഇത് ഹല്ലേലൂയ, ഞാൻ ഒരു പാറയുടെ മേൽ നിൽക്കും, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ ഈ പാറയെ അടിക്കണം, ഞാൻ അവിടെ നിന്ന് വെള്ളം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. എന്നിട്ട് ആ സ്ഥലത്തിന് മാസ ആൻഡ് മരീബ എന്ന് പേരിടണം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ഇസ്രായേൽ ജനം മാത്രമല്ല, മാനവജാതി മുഴുവനും ഇത് ഓർക്കണം. ഹല്ലേലൂയ. അവരുടെ മിസ്റ്റേക്ക് എന്താ? വെള്ളം കിട്ടാതെ മരിക്കാറായപ്പോൾ ദൈവം ഞങ്ങളോട് കൂടെയുണ്ടോ എന്ന് ചോദിച്ചു. അതാണ് അവരുടെ മിസ്റ്റേക്ക്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ മസ ആൻഡ് മരീബ എന്ന സ്ഥലത്തിന് പേരിട്ടത് ഹല്ലേലൂയ, അവിടെ ഒരു പാറ പിളർന്ന് അവർക്ക് വെള്ളം കൊടുത്തിട്ടായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവരെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് മാറ
മസ എന്ന് പേരിട്ടത്. കാരണം അവർ ഇനി ഒരിക്കലും അത് മറക്കാൻ പാടില്ല, ഒരിക്കലും ദൈവത്തെ സംശയിക്കാൻ പാടില്ല. തങ്ങളോട് കൂടെ നടക്കുന്ന തീഷ്ണതയുള്ള ദൈവത്തെ, ചിറകിൻ്റെ കീഴിൽ എപ്പോഴും വെച്ചുകൊണ്ട് നയിക്കുന്ന ദൈവത്തെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അവരുടെ കഷ്ടമോ അവരുടെ പ്രയാസമോ അവരുടെ സങ്കടമോ ഹല്ലേലൂയ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിന്നോട് കൂടെയുള്ള ദൈവത്തെ സംശയിക്കാൻ പാടില്ല. അതിനുവേണ്ടി അവൻ ഒരു നിയമം ചെയ്തു. ആ സ്ഥലത്തിന് മസ ആൻഡ് മരീബ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. മസ എന്ന് വെച്ചാൽ പരീക്ഷ, കലഹം. എന്നാൽ ആ സ്ഥലത്തിന് അവിടുത്തെ അവരുടെ കലഹവും അവരുടെ ദൈവത്തെ പരീക്ഷിക്കലും നിർത്തിയത് എങ്ങനെയാണ്? ഒരു പാറ അവിടെ പിളർന്നു. ആ പാറയിൽ നിന്ന് അവൻ ഹല്ലേലൂയ അവർക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് ആ സ്ഥലത്തിന് പേരിട്ടു. പിന്നീട് ദൈവം പറയുകയാണ്, ഇനി ഒരിക്കലും നിങ്ങൾ മറക്കരുത്, മസായിലെ പോലെ ഹല്ലേലൂയ മെരീബായിലെ പോലെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹല്ലേലൂയ ഞാൻ എപ്പോഴും നിങ്ങളെ ചിറകിൻ കീഴെ ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ ഒതുക്കി കൊണ്ടുപോകുന്നൊരു ദൈവമാണ്. നിങ്ങളുടെ അവസ്ഥകളെ ഞാൻ അറിയാത്തതല്ല, നിങ്ങൾക്ക് വെള്ളമില്ല എന്നുള്ളത് ഞാൻ മറന്നുപോയതല്ല, നിങ്ങളുടെ ആവശ്യങ്ങളെ ഞാൻ ഹല്ലേലൂയ നീക്കി വെച്ചതല്ല. ഞാൻ തീഷ്ണതയുള്ള ദൈവമാ, നിങ്ങൾക്ക് വേണ്ടി തീഷ്ണതയുള്ള ദൈവമാ. ഹല്ലേലൂയ. ചോദ്യം, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് ചോദിക്കാനുള്ള ചോദ്യം, ഹല്ലേലൂയ ഹല്ലേലൂയ സ്വന്തം ഓമന പുത്രനെ തകർത്ത്, ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പാറ തകർത്ത് അല്ലെങ്കിൽ പാറമേൽ അടിച്ച് പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ഹല്ലേലൂയ ആ ദൈവത്തെ ഇനി അവർ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ അവരെന്നും ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം ഓമന പുത്രനെ തകർത്ത് ഹല്ലേലൂയ നമ്മെ വിടുവിച്ച ആ ദൈവത്തെ ഞാനും നിങ്ങളും എത്രമാത്രം അറിയണം. നമ്മോട് കൂടെ നടക്കുന്ന ആ ദൈവത്തെ എത്രമാത്രം ഞാനും നിങ്ങളും അറിയണം. ഹല്ലേലൂയ സ്തോത്രം. പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ആ ദൈവത്തെ അവർ മറക്കുന്നത് ദൈവത്തിന് സഹിക്കത്തില്ലായിരുന്നു എങ്കിൽ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ ഞാനും നിങ്ങളും കണ്ട പാറ അത് ക്രിസ്തുവായിരുന്നു. തൻ്റെ ഓമന പുത്രനെ തകർത്ത് ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ദൈവ പൈതലേ, ഹല്ലേലൂയ സ്നേഹിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുക. ഹല്ലേലൂയ അവൻ നമ്മെ ചിറകിൻ കീഴെ മറയ്ക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ വേദനകൾ നാം അറിയുന്നതിനേക്കാൾ നന്നായിട്ട് ഹല്ലേലൂയ ആ ദൈവം അറിയുന്നു. പ്രിയനേ, നമുക്ക് അതിൽ ഹല്ലേലൂയ അതിരുകളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ വേദനകൾ അറിയുന്നൊരു ദൈവമുണ്ട്. ശില്പ സിസ്റ്ററെ ഹല്ലേലൂയ നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും, എന്നാൽ ഞാൻ അവൻ്റെ ചിറകിനടിയിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് നമ്മോട് ചോദിക്കാനുള്ളത്, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ സങ്കടങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ അത് ഇല്ലെന്ന് വെക്കാനല്ല, അതുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്റെ കരം പിടിച്ച് നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, ഹല്ലേലൂയ നിന്റെ ബലഹീനതകളിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ ഹല്ലേലൂയ ഒരു താങ്ങുന്ന ദൈവത്തെ കാണാൻ കഴിഞ്ഞെങ്കിൽ വിശ്വാസി, നീയാണ് വിശ്വാസി. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ചർച്ച ഓടിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ വിശ്വാസികളായിട്ടില്ല. ആ ദൈവത്തിലൊന്ന് ആശ്രയിച്ചാട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അറിഞ്ഞാട്ടെ, സ്നേഹിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ അവനെ സേവിച്ചാട്ടെ, അവൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് മുന്നോട്ട് ചാടിയാട്ടെ. ഹല്ലേലൂയ ഞാൻ ചെയ്തതുകൊണ്ട് തൃപ്തനാകാതെ ഹല്ലേലൂയ അവൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് മുന്നോട്ട് കാലുകൾ വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു പാട്ടിൻ്റെ വരികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ